وكن رجلا على الأهوال جلدا وشيمتك السماحة والوفاء وإن كثرت عيوبك في البرايا وسرك أن يكون لها غطاء أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്ത് കൊണ്ട് ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും അള്ളാഹുവിൻ്റെ ദീൻ പറയുവാനും കേൾക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വളരെ വ്യക്തമായ ആദർശ നിലപാടുകളുടെ അടിത്തറയിൽ ജീവിക്കുന്നവരാണ് മുസ്ലിം ഉമ്മത്ത്. ഏതെങ്കിലും കേട്ടുകേൾവികളോ ഐതിഹ്യങ്ങളോ അവലംബിച്ചുകൊണ്ട് അതിൻ്റെ പിൻബലത്തിൽ ജീവിതത്തെ ചീട്ടുകൊട്ടാരം പോലെ കെട്ടിപ്പടുക്കുക എന്നതല്ല മുസ്ലിമാവുക എന്നതിൻ്റെ ഉദ്ദേശ്യം. നേരെമറിച്ച് ഈ ഉമ്മത്തിന്റെ സവിശേഷത വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ, നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കി എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമുക്കറിയാം, ഒരുപാട് തെറ്റിദ്ധാരണകൾ ആ പ്രയോഗം കൊണ്ടുണ്ടായേക്കാം. മധ്യമ സമൂഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത വന്നാൽ ഒരഭിപ്രായവും ഒരഭിപ്രായ കേടും സംഭവിച്ചാൽ രണ്ടും സ്വീകരിക്കാതെ നിലനിൽക്കുക എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അതല്ല മധ്യമ സമൂഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മധ്യമ സമൂഹം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തുടർന്നുള്ള വചനങ്ങളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ലിതകൂനു ശുഹദാ അലന്നാസ്, മധ്യമ സമൂഹമാണ് നിങ്ങൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായ ആളുകളായിരിക്കണം. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകേണ്ടത് എങ്ങനെയാണ്? വയകൂന റസൂലു അലൈക്കും ഷഹീദാ,
അന്തിമ റസൂലായി കടന്നു വന്ന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ സാക്ഷിയായി സ്വീകരിക്കുകയും ആ നബിയെ അനുധാവനം ചെയ്തുകൊണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാവുകയും ചെയ്യുക. ഇത് കേവലം ഒരു പ്രഖ്യാപനമല്ല, നേരെ മറിച്ച് ഇത് പൂർണ്ണമായും മുസ്ലിം ഉമ്മത്ത് നടപ്പാക്കണം എന്ന നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. ഏതൊരു മുസ്ലിമും അവന്റെ ഖിബ്ലയായി സ്വീകരിക്കുന്ന വിശുദ്ധമായ കഅബാലയം പോലും ആ കഅബാലയത്തിലേക്ക് തിരിയുമ്പോൾ പോലും ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ മനസ്സിൽ ഉണ്ടാകേണ്ട വികാരം ഇതായിരിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർഷങ്ങളോളം തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ബൈത്തുൽ മുഖദ്ദസ് മോശമല്ല. ബൈത്തുൽ മുഖദ്ദസ് ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ബാറക്നാ ഹൗല എന്നാണ്. അതിന്റെ ചുറ്റും അല്ലാഹു ബർക്കത്ത് ചെയ്തിരിക്കുന്നു. പവിത്രമായ ഗേഹമാണ്. ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നിരുന്ന, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നമസ്കരിച്ചിരുന്ന വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം പരിഗണിച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നിസ്കരിച്ചോളൂ എന്ന്. ആ കൽപ്പന വന്നതു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിബ്ലയായി സ്വീകരിച്ചിരുന്ന ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സയുടെ ഭാഗത്ത് നിന്ന് പ്രവാചകൻ കഅബാലയത്തിന് നേരെ തിരിയാൻ തുടങ്ങി. ആ സമയത്ത് ആ നാട്ടിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി. ആ വിവാദങ്ങളിൽ ഏറ്റവും വലിയൊരു വിവാദം, മുഹമ്മദ് അങ്ങനെ ഒരു സ്ഥിരതയൊന്നുമില്ല, കുറെ അങ്ങോട്ട് കുറെ ഇങ്ങോട്ട്, കുറെ കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഇപ്പോൾ ആ തിരിഞ്ഞ് ഇങ്ങോട്ട്, ഇനിയിപ്പോ എങ്ങോട്ടാവോ എന്നൊക്കെ ചോദിച്ചിട്ട് പല നിലക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്ന ആളുകൾ രംഗത്തുമുണ്ട്. അതിന് ഖുർആൻ പല നിലക്കും മറുപടി പറഞ്ഞു. നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ എങ്ങോട്ട് തിരിഞ്ഞാലും അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ആ നിലക്കൊക്കെ മറുപടി പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൂടി പറഞ്ഞു. അതെന്താണ്? وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله. അതൊരു നിലപാടാണ്. മധ്യമ സമൂഹത്തിന് ഏതു കാലഘട്ടത്തിലും ഏതൊരു സാഹചര്യത്തിലും ഉണ്ടാകേണ്ട നിലപാടാണ് അല്ലാഹു പറയുന്നത്. എന്തിനാണ് ഖിബ്ല മാറ്റിയത്? അതിന് പല ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതീ കുന്ത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. ഇതുവരെ മസ്ജിദുൽ അഖ്സയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച പ്രവാചകൻ ഇനി മുതൽ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിയുമ്പോൾ നബിയോടൊപ്പം തിരിയുന്നത് ആരാണെന്ന് വ്യക്തമാകാൻ വേണ്ടി തന്നെയാണ്. മാത്രമല്ല, വേറെ ചില ആളുകൾ തിരിഞ്ഞു പോകും. ഇത് കാണുമ്പോ മുഹമ്മദ് ഇതാ അങ്ങോട്ട് തിരിയുമ്പോൾ പ്രവാചകനോടൊപ്പം അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയുമ്പോൾ മറിച്ചു തിരിയാനുമുള്ളവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ പുറകിൽ നിന്ന് പിന്നോട്ട് പോകുന്നവരാരാണെന്ന് അറിയുവാൻ വേണ്ടി തന്നെയാണ് ഖിബ്ല മാറ്റം. മനസ്സിലാക്കണം. നബി തിരിയുന്നത് പോലെ നബിയുടെ കൂടെ തിരിയുന്നവരാര് എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖിബ്ല വിശുദ്ധമായ കഅബാലയമായി പ്രഖ്യാപിച്ചത് എന്ന് ഖുർആൻ പറഞ്ഞു. അതോടെ നിർത്തിയില്ല. അല്ലാഹു ഇത്ര കൂടി പറഞ്ഞു, വഇൻ കാനത് ലകബീറതൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്. അല്ലാഹു പ്രത്യേകം ഹിദായത്ത് നൽകിയ ആളുകൾക്കല്ലാതെ അത് സാധ്യമല്ല. ഏത് സാധ്യമല്ലെന്നായി പറയുന്നത്? നബി തിരിയുന്നിടത്തേക്ക് എങ്ങോട്ട് നബി തിരിഞ്ഞാലും ചോദ്യം ചെയ്യാതെ പ്രവാചകന്റെ പിന്നാലെ തിരിയുക എന്നുള്ളത്, വഇൻ കാനത് ലകബീറതൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്. അല്ലാഹു ഹിദായത്ത് ചെയ്ത ആളുകൾക്കല്ലാത്ത, അല്ലാഹുവിന്റെ ഹിദായത്ത് ലഭിക്കാത്ത ആളുകൾക്ക് ഒരു വലിയ കാര്യമാണ്, അവർക്ക് താങ്ങാൻ കഴിയാത്തൊരു വലിയ സംഭവം തന്നെയാണെന്ന് ഖുർആൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിയുന്നത് പോലെ തിരിയുക, പ്രവാചകനെ പൂർണ്ണമായി അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികളായ ആളുകൾ സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ്
ഖിബല മാറ്റത്തിലൂടെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ വഴിയിൽ ഉറച്ചു നിൽക്കുക, ഈ നിലപാട് സ്വീകരിക്കുക, അതാണ് ആദർശം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലക്കാലഘട്ടത്തിലെ നബൂവത്തിന്റെ ആ വേളയിൽ പ്രവാചക ജീവിതത്തിൽ സംഭവിച്ചത് അത് മുഴുവനും റിസാലത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കണം. മനസ്സാ വാചാ കർമ്മണ എന്ന നിലപാട് സ്വീകരിക്കുക, അതാണ് ആദർശം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഞാൻ എനിക്ക് തോന്നിയതുപോലെ, എന്റെ ബുദ്ധിക്ക് തോന്നുന്നത് പോലെ, എന്റെ യുക്തിക്ക് തോന്നുന്നത് പോലെ, എന്റെ നിഗമനം പോലെ, എനിക്ക് തോന്നുന്നത് പോലെ, എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും നിരൂപിക്കുന്ന സിദ്ധാന്തങ്ങൾ, ആ സിദ്ധാന്തങ്ങളുടെ പിന്നാലെ പോകലല്ല ആദർശം എന്ന് പറഞ്ഞാൽ. കാരണം ഇത് അല്ലാഹുവിന്റെ ദീനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന മനുഷ്യൻ അവൻ കടന്നു വരുന്നത് അല്ലാഹുവിന്റെ ദീനിലേക്കാണ്. ആ ദീനിന്റെ പ്രത്യേകത മനുഷ്യർക്ക് ഇടപെടാൻ അധികാരമില്ലാത്ത, ഒരാൾക്കും ഇടപെടാൻ അധികാരമില്ലാത്തൊരു മേഖലയാണത്. ഒരു ഖാദിയാർക്കും ഒരു മുസ്ലിയാർക്കും ഒരാൾക്കൂട്ടത്തിനും ഒരു ഭൂരിപക്ഷത്തിനും ഇടപെടാൻ സ്വാതന്ത്ര്യമില്ലാത്ത മേഖലയാണ് റിസാലത്തിന്റെ മേഖല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു മനുഷ്യനും ഇടപെടാൻ അധികാരമില്ല. അള്ളാഹു അങ്ങനെയാണ് അത് സംവിധാനിച്ചത്. പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാ പറഞ്ഞത്? സൂറത്തുൻ നജ്മിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാണ് അല്ലാഹു. എന്താണ് പ്രവാചകന്റെ പ്രത്യേകത? വമാ യൻതിഖു അനിൽ ഹവാ. മുഹമ്മദ് നബി ഒരിക്കലും തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ, എന്റെ ബുദ്ധിയിൽ തോന്നുന്നത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയില്ല, പ്രവാചകൻ പറയില്ല. ചില വേളകളിൽ നിങ്ങൾ നോക്കൂ, വഹയിന്റെ കാര്യത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ ആളുകൾ സംശയം ചോദിച്ചു വരുമ്പോ നബി പറയും, പോയിട്ട് വാ, പിന്നെ വരൂ, പോയിട്ട് വരൂ, വഹി വരട്ടെ. ആ വിഷയത്തിൽ വഹി ഇറങ്ങിയിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ പോലും ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് പറയും, നാളെ വാന്ന് പറഞ്ഞു. നാളെ വാ, ഇന്ന് പോയിക്കോ, നാളെ പറഞ്ഞു തരാം, നാളെ വരൂ. നാളെ വരൂ എന്ന് പറയണമെങ്കിൽ നാളെ വരണം എന്ന് അയാളോട് പറയാനുള്ള വഹി നബിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നബിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്ത്? വഹി സാധാരണ വരുന്നത് പോലെ വരും. ഇയാളെ ഒരു സംശയം ചോദിച്ചു വന്നതല്ലേ, അപ്പൊ സ്വാഭാവികമായി നാളെ വഹി വരും അതിനുള്ളിൽ എന്ന പ്രതീക്ഷയിലാണ് നബി പറഞ്ഞത് നാളെ വാ എന്ന്. പക്ഷെ നാളെ വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ വീർത്തുപോയി, വിഷമിച്ചുപോയി. കാര്യം നാളെ വരൂ എന്ന് പറഞ്ഞാൽ അയാൾ പിറ്റേന്ന് വന്നിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ. പക്ഷേ വഹി ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. എന്ത് പറയും ഇയാളോട്? ഉടനെ അല്ലാഹു ആയത്തിറക്കുകയാണ്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലു ദാലിക ഗദാ ഇല്ലാ അയ്യശാ അല്ലാഹ്. ഓ നബിയെ, അങ്ങ് പറയരുത്. എന്ത്? ഒരു കാര്യത്തെ കുറിച്ചും അങ്ങ് പറയരുത്, നാളെ ഞാനത് ചെയ്യും, നാളെ ഞാനത് ചെയ്യുമെന്ന് ഒരു കാര്യത്തെ കുറിച്ചും അങ്ങ് പറയരുത്. ഇല്ലാ അയ്യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ. നോക്കൂ, ഈ ഒരു വിഷയത്തിൽ വരെ കൃത്യമായ ഇടപെടൽ പ്രവാചകന്റെ കാര്യത്തിലുണ്ട് എങ്കിൽ ആ നിലക്ക് പഠിപ്പിക്കപ്പെട്ട മതമാണ് അള്ളാഹുവിന്റെ ദീൻ. അതിനെവിടെയും ഒരു കോട്ടവും സംഭവിക്കൂല. നമ്മളൊക്കെ വിചാരിക്കും നമ്മളിങ്ങനെ താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് ഇത് നിൽക്കുന്നത് എന്നല്ല. ഞാനിങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുകയാണ് ഇതിന്, ഒരിക്കലും അല്ല. നമ്മളാരും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, ഇതാരും താങ്ങണ്ട. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു പറയാണ്, നാം ഇത് സംരക്ഷിക്കും, നാം ഇതിനെ സംരക്ഷിക്കും. ആരെങ്കിലും ഇതിൽ നിന്ന് മാറിപ്പോയാലോ, വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി, അവൻ മുർത്തദായി പുറത്തേക്ക് പോകുന്നു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകുന്നു, ഫയമുതു വഹുവ കാഫിർ, അവൻ കാഫിറായി മരിച്ചു പോകുന്നു എന്നല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ സംരക്ഷകരായി ആളുകളെ ഏതു കാലഘട്ടത്തിലും അവന്റെ ഇഷ്ടദാസന്മാരെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ, ലാ യഖാഫൂന ലൗമത ലായിം, ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും പേടിക്കാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളുകളെ ഇവിടെ പകരം കൊണ്ടുവരും. ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇസ്ലാമിക ലോകത്തുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിച്ചാൽ
നമ്മൾക്ക് അത്ഭുതം തോന്നും, ഇത്രയും പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ടായിട്ട് ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുമാറ്, അല്ലെങ്കിൽ ആ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്സത്ത് മുഴുവൻ ചോർന്നു പോകുമാറ് എല്ലാ നിലക്കുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഇസ്ലാം ജ്വലിച്ചു നിൽക്കുന്നത്, പ്രാമാണികമായി ഉയർന്നു നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല ആളുകളും ഹദീസുകളെ സംബന്ധിച്ച് പഠിക്കാത്തത് എന്തുകൊണ്ടാ? ഹദീസ് വേണ്ടാന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഹദീസ് എന്ന് പറഞ്ഞാൽ അത് വലിയ ലോകമാണ്, വൈജ്ഞാനികമായ ഒരുപാട് അധ്വാനം ആവശ്യമുള്ള ലോകമാണ് ഹദീസുകളുടെ ലോകം. ആ ഹദീസുകളെ മുഴുവനും ചവിട്ടി തെറിപ്പിച്ചാൽ പിന്നെ ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞിങ്ങനെ നടന്നാൽ സുഹൃത്തുക്കളെ, അവനെ സംബന്ധിച്ചിടത്തോളം ദീനവനുണ്ടാവും. അങ്ങനെ ആയിരുന്നെങ്കിൽ ജാമിദ ടീച്ചർ വലിയ ആലിമത്താകുമായിരുന്നു. ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകൾ, ഹദീസുകളെ മുഴുവനും ചവിട്ടി തെറിപ്പിച്ച ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. കാരണം ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്ന ഒരു വൈജ്ഞാനിക മേഖലയാണ്. പക്ഷെ നമുക്കിന്നറിയാം, ഒരു ഹദീസ്, ആ ഹദീസ് നബിയിൽ നിന്നുള്ളതാണെങ്കിൽ അത് നബിയിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പിച്ച് തെളിയിക്കാൻ കഴിയുന്ന രേഖകൾ, ആധികാരികമായ ശാസ്ത്രീയമായ രേഖകൾ കൊണ്ടത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ മുടി വിവാദമൊക്കെ വന്ന സന്ദർഭത്തിൽ ഒരുപാട് സമർത്ഥിച്ചതാണത്. ഒരാളൊരു മുടി കൊണ്ടുവന്നിട്ട് ഇത് നബിയുടേതാണെന്ന് പറഞ്ഞാൽ അത് നബിയുടേതാവൂല, പ്രവാചകന്റേതാവൂല. നമുക്കറിയാം, മദീനത്ത് ഒരു കിണറുണ്ടായിരുന്നു, ഒരു കിണർ. ആ മദീനത്തുണ്ടായിരുന്ന കിണറിനെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ കേരളത്തിൽ നിന്നിട്ട് പറഞ്ഞു, ആ കിണറില്ല, ആ കിണർ മദീനത്തില്ല. ഒരാൾ പ്രസംഗിക്കുകയാണ്, കോഴിക്കോട് നിന്നാണ് പ്രസംഗിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് ജീവിക്കുമ്പോ പ്രവാചകന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കിണറില്ല എന്നൊരാൾ അഭിപ്രായം പറയാണ്. അതിന് മറുപടി തയ്യാറാക്കിയ രംഗം നമ്മൾ ഓർക്കുകയാണ്. അങ്ങനെ ഒരു കിണറിനെ അന്വേഷിച്ചു പോയപ്പോ ആ കിണർ മാത്രമല്ല, മദീനത്തിൽ എത്ര കിണറുകളുണ്ടോ ആ കിണറുകളുടെ മുഴുവനും അടിയാധാരം. അത്ഭുതപ്പെട്ടു പോയി ആ കിണറുകളെ സംബന്ധിച്ച റിസർച്ച്. ആ കിണർ എപ്പോഴുള്ള കിണർ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കിണർ. ആ കിണറുകളിൽ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കിണറുകളുടെ ലിസ്റ്റ് എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ വരെ ഇസ്ലാമിക ലോകത്ത് ഗ്രന്ഥങ്ങളുണ്ട്, കിതാബുകളുണ്ട്, കിണറുകളെ സംബന്ധിച്ച് പറയുന്ന ഗ്രന്ഥങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ രൂപത്തിൽ നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കിണറുണ്ടെങ്കിൽ ആ കിണറിന്റെ അടിയാധാരം വരെ മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിലുണ്ട്. അത് അല്ലാഹു സംരക്ഷിച്ചതാണ്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു വെറുതെ പറയുകയല്ല, നേരെ മറിച്ച് ലോകാവസാനം വരെ ഇത് സംരക്ഷിക്കുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കരാറാണ്. അതുകൊണ്ട് നമ്മുടെ ലോകത്ത് നിലനിൽക്കും. അതിവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഭിന്നിപ്പുകൾ, മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന ഭിന്നിപ്പുകൾ വലിയൊരു പരീക്ഷണമാണ്. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഭിന്നിപ്പില്ലായിരുന്നെങ്കിൽ എന്ന്. പക്ഷെ അത് സാധ്യമാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പടച്ചവനോട് നടത്തിയ ഒരു പ്രാർത്ഥന, 3 പ്രാർത്ഥന. ആ 2 പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുകയും ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ മാറ്റിവെക്കുകയും ചെയ്തു. 2 പ്രാർത്ഥനകൾ സ്വീകരിച്ചു, ഒരു പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാതെ മാറ്റിവെച്ചു. ആ 3 പ്രാർത്ഥനകളും മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചാണ്. ആ മാറ്റിവെച്ച പ്രാർത്ഥന എന്താ? എന്റെ ഉമ്മത്ത് പരസ്പരം കലഹിക്കുന്ന ഒരു സാഹചര്യം നീ ഉണ്ടാക്കല്ലേ അല്ലാ, അവർ പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കല്ലേ അല്ലാ എന്ന പ്രാർത്ഥനയാണ് റിജക്ട് ചെയ്തത്. മനസ്സിലാക്കണം, ആ ദുആ റിജക്ട് ചെയ്തു. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിന് ആ പ്രാർത്ഥന മാത്രം റിജക്ട് ചെയ്തു? മുസ്ലിം ഉമ്മത്ത് ഒരു ഭിന്നിപ്പുമില്ലാതെ നിൽക്കല്ല വേണ്ടത്. എന്തേ, പടച്ചവൻ എന്തെങ്കിലും അനിഷ്ടമുണ്ടായത് കൊണ്ടാണോ? അല്ല, നേരെ മറിച്ച് മുസ്ലിം ഉമ്മത്ത് ഏതു കാലഘട്ടത്തിലും പരീക്ഷിക്കപ്പെടണം. നമ്മൾ അമ്മാറിന്റെ ചരിത്രം, സുമയ്യയുടെ ചരിത്രം, അതുപോലെ തന്നെ യാസറിന്റെ ചരിത്രം അലൈഹിമുസ്സലാത്തു വസ്സലാം, ആ മഹാന്മാരുടെ ചരിത്രമൊക്കെ പറയുകയാണ്. അവർക്ക് എങ്ങനെ ഇസ്ലാം കിട്ടിയത്? ഒരു സുപ്രഭാതത്തിൽ അമ്മാർ റളിയല്ലാഹു അൻഹു, ആ മഹാൻ ഇദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം കേട്ട് പ്രവാചകനെ അന്വേഷിച്ച് പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേട്ടവർ പറഞ്ഞത് കേട്ട് പ്രവാചകനെ കാണാൻ ഇറങ്ങിയ മഹാനായ അമ്മാർ, ആ അമ്മാർ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചു താമസിക്കുന്ന ദാറുൽ അർഖമിലേക്ക് എൻട്രി കിട്ടാൻ, അവിടേക്ക് കടന്നു ചെല്ലാൻ അതിന് പറ്റുന്ന ആളുകളെ കണ്ട അവസാനം മഹാനായ അമ്മാർ അങ്ങോട്ട് കടന്നു ചെന്ന് പ്രവാചകന്റെ മുന്നിലിരുന്ന് വിശുദ്ധമായ ദീൻ സ്വീകരിച്ച് തൗഹീദ് കേട്ടുപഠിച്ച് അത് ഖൽബിലേക്ക് ഇറക്കി പ്രവാചകന്റെ കൈപിടിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വന്ന് വാപ്പയോടും ഉമ്മയോടും യാസിറിനോടും സുമയ്യയോടും റളിയല്ലാഹു അൻഹുമ ആ മഹാന്മാരോട് പറയുമ്പോ അവർ വിശ്വസിക്കുകയാണ്. മഖ്സൂമിയ ഗോത്രത്തിൽ നിന്ന് ആ ഘട്ടത്തിൽ ആദ്യമായി കടന്നു വന്നവരിൽ ആ കുടുംബക്കാരെ കടന്നു വരുമ്പോ, മഹദി സുമയ്യ റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോ, അതുപോലെ തന്നെ യാസിർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ആ ഗോത്രത്തിന്റെ തലവനായിരുന്ന അബൂജഹൽ അടങ്ങുന്ന ആളുകൾ അവരെ പിടിച്ചുകൊണ്ടുപോയി വലിയ മരുഭൂമിയുടെ മധ്യത്തിൽ തിളച്ച് പതഞ്ഞു കിടക്കുന്ന ആ സൂര്യന്റെ ചൂടേറ്റ് പതച്ചു കിടക്കുന്ന മരുഭൂമിയുടെ മധ്യത്തിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. രാവിലെ മുതൽ ഉച്ചവരെ തല്ലി തകർത്തു, ചമ്മട്ടി കൊണ്ടടിച്ചു. അവസാനം ഉച്ചയായപ്പോ ആ സംഘത്തിന് ആക്രമിക്കാൻ വന്ന സംഘത്തിന് ചൂടേറ്റിട്ട് മരുഭൂമിയുടെ മധ്യത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല. ആ മരുഭൂമിയുടെ മധ്യത്തിൽ ജീവശവങ്ങളായി കിടക്കുന്ന ആ 2 മനുഷ്യരെ ഇട്ടിട്ട് പോയി. അവര് പോയി. എന്തിനാ പോയത്? അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ചൂടത്ത്. മരുഭൂമിയുടെ തിളക്കുന്ന ചൂടാണ്. അവസാനം അത് കഴിഞ്ഞ് അവര് വിശ്രമിച്ചിട്ട് വൈകുന്നേരം വരികയാണ് തിരിച്ച്. ചൂടൊക്കെ ആറി തണുത്ത് കഴിയുമ്പോൾ ഈ 2 മനുഷ്യർ അടിയേറ്റ അവശരായി മരുഭൂമിയിൽ കിടക്കാൻ വീണ്ടും പീഡിപ്പിക്കുകയാണ്. നിഷ്ഠൂരമായി മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയെ കുത്തിക്കൊന്നുകളയുകയാണ്. മഹദിയുടെ ഖബർ എവിടെയെന്ന് പോലും അറിയില്ല എന്ന് ചരിത്രകാരന്മാർ പറയാൻ. എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവർ വലിച്ചെറിഞ്ഞത് സുമയ്യ റളിയല്ലാഹു അൻഹയെ അറിയില്ല. നമ്മുടെ ഈ ചരിത്രം പറയും അല്ലേ? നാടൊട്ടുക്കും വാഴുകൾ വെച്ച് സുമയ്യ റളിയല്ലാഹു അൻഹയുടെ യാസിറിന്റെ അമ്മാറിന്റെ ഒക്കെ ചരിത്രം പറയും. അവരൊക്കെ ഈ പീഡനങ്ങൾ മുഴുവൻ സഹിച്ചത് ദീൻ സ്വീകരിക്കാനാണ്, അള്ളാഹുവിന്റെ ദീൻ കബൂലാക്കാനാണ്, അതവരുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാനാണ്. ഈ ചമ്മട്ടി കൊണ്ടടിയേറ്റ് മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഇവരെയൊക്കെ തീക്കനൽ വിരിച്ചിട്ട്, അത് മെത്ത പോലെ വിരിച്ചിട്ട് അതിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് എഴുന്നേറ്റ് പോരാതിരിക്കാൻ വേണ്ടി നെഞ്ചത്ത് കല്ലെടുത്ത് വെച്ചിരുന്നു. ബിരിയാണിക്ക് ദമ്മിടുന്നത് പോലെ അടിയിൽ കനൽ നിരത്തി വെച്ചിട്ട് അതിൽ മലർത്തി കിടത്തിയിട്ട് എഴുന്നേറ്റ് പോരാതിരിക്കാൻ വലിയ കനമുള്ള പാറകൾ കൊണ്ടുവന്നിട്ട് അവരുടെ നെഞ്ചത്ത് കയറ്റി വെക്കുമായിരുന്നു. അവർ പറയുന്നത് ഞങ്ങളുടെ മുതുകിലെ ആ മാംസം അത് ഊർന്നിറങ്ങി അതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം, ആ നീര് വീണിട്ടാണ് ആ കനലുകൾ കെട്ടിരുന്നത് എന്ന് സ്വഹാബത്ത് പറയുകയാണ്. നിങ്ങൾ ആലോചിക്കുക, എന്തിനായിരുന്നു ഈ പ്രയാസം അവർ സഹിച്ചത്? അള്ളാഹുവിന്റെ ദീൻ കബൂലാക്കാൻ, അത് സ്വീകരിക്കാൻ. ഇത്ര അധ്വാനിച്ചിട്ടും പ്രയാസം സഹിച്ചിട്ടും കുത്തുവാക്കുകൾ കേട്ടിട്ടും കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടും ഒക്കെയാണ് അവർക്ക് ദീൻ കിട്ടിയത്. നമ്മൾ ഇങ്ങോട്ട് ഓടി വരിക, വെള്ളക്കുപ്പായിട്ട് വരിക, കസേര ഇട്ടിരിക്കുക, ദീനങ്ങോട്ട് സ്വീകരിക്കുക, മരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ട് പോവുക. അതെന്തൊരു ഏർപ്പാടാ! ഒന്ന് ചിന്തിച്ചു നോക്കുക, അതെന്തൊരു ഏർപ്പാടാണ്. ഒരു കുത്തുവാക്ക് കേൾക്കാതെ, ഒരു കുറ്റം പറച്ചിൽ കേൾക്കാതെ, ഒരു ആക്ഷേപം കേൾക്കാതെ, ഒരു ബുദ്ധിമുട്ടും സഹിക്കാതെ, ഒരു സൂചി മുന കൊണ്ടുപോലും ശരീരത്തിൽ പോറലേൽക്കാതെ നമ്മളൊക്കെ അങ്ങോട്ട് ഈമാൻ സ്വീകരിച്ച് കബൂലായി നേരെ ഖബറിൽ ചെന്ന് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോവുക. അതെന്ത് ഏർപ്പാടാണ്! അതുണ്ടാവില്ല, അതൊരിക്കലും നീതിയല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിനിടയിൽ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ ഓരോരോ കാലഘട്ടത്തിലും ഉണ്ടാകും. ആ കാലഘട്ടത്തിൽ പരീക്ഷണങ്ങളിൽ നമ്മൾ തെളിയിക്കേണ്ടത് ആരാണ്? വസത്തിയായ ഉമ്മത്ത് എന്നാണ്. വസത്തിയായ ഉമ്മത്ത് ആരാണെന്ന് തെളിയിക്കണ്ടേ? വസത്തിയായ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം അങ്ങനെയാണ്, ഞാൻ ഇത്രയും കാലം ശീലിച്ചതാണ്, ഞാൻ കേട്ടുപഠിച്ചത് അങ്ങനെയാണ്, എന്റെ ഉസ്താദ് പറഞ്ഞത് അതാണ്, ഞാൻ എന്റെ സംഘടനയിൽ എന്റെ യോഗം കൂടി തീരുമാനിച്ചത് ഇങ്ങനെയാണ്. ഇതൊന്നുമല്ല വസത്തിയായ ഒരു സമൂഹത്തിന്റെ നിലപാട്. നേരെ മറിച്ച് അല്ലാഹ് എന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞു, അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതാണ് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ. നമുക്ക് വെറുതെ കിട്ടിയ പേരല്ലത്. എന്നാൽ ഈ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ, സലഫുകൾ എന്ന് പറഞ്ഞാൽ മുതഖദ്ദിമീങ്ങളാണ്, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയവരാണ്. ആ കഴിഞ്ഞു പോയവരിൽ നമുക്കറിയാം ഖൈറുൽ ഖുറൂനിൽ ജീവിച്ചിരുന്നവരാണ്, അവരാണ് സലഫുകൾ. ആ പേരിലേക്ക് നമ്മൾ ചേരുന്നത്
അല്ലെങ്കിൽ ആ പേരുമായി നമ്മൾ കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഇടപെടലുകളെ നമ്മൾ അതുമായി ബന്ധിപ്പിക്കുന്നത്, ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ അങ്ങേയറ്റത്ത് നിന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉത്തമ തലമുറയിൽ ജീവിച്ചുപോയ ആ സമൂഹവുമായി എനിക്കൊരു ബന്ധമുണ്ട്. കാര്യം അവരുടെ നിലപാടാണ് എന്റെ നിലപാട്. ആ നിലപാട് എന്താ? നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാൽ അങ്ങോട്ട്, നബി കഅബാലയത്തിലേക്ക് തിരിഞ്ഞാൽ ഇങ്ങോട്ട്. എന്തേ ഇങ്ങനെ അങ്ങോട്ട് തിരിയുന്നത്? ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ. കുറെ അങ്ങോട്ട്, കുറെ ഇങ്ങോട്ട്. നബിയെ ചോദ്യം ചെയ്യുന്നവൻ, മുഹമ്മദ് നബിയെ ചോദ്യം ചെയ്യുന്നവൻ, മുഹമ്മദ് നബിയുടെ ഇടപെടലുകളെ ചോദ്യം ചെയ്യുന്നവൻ, പ്രവാചകന്റെ അനക്കത്തെയും അടക്കത്തെയും ചോദ്യം ചെയ്യുന്നവൻ, അവൻ ഇസ്ലാമിക സമൂഹത്തിൽ വസതിയായ തലമുറയിൽ നിൽക്കാൻ യോഗ്യനല്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ലോകത്തൊരുപാട് കക്ഷികൾ ഇസ്ലാമിക ലോകത്തുണ്ടാവും. ആ കക്ഷികൾ വരുന്നത് വലിയ വലിയ പ്രമാണങ്ങൾ ഉന്നയിച്ചിട്ടൊന്നും ആയിരിക്കില്ല, വളരെ നിസ്സാരമായ കാര്യങ്ങൾ. മുസ്ലിം ഉമ്മത്തിലുണ്ടായ ഭിന്നിപ്പുകളെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഒരുപാടുണ്ട്. പക്ഷേ ആ ഭിന്നിപ്പുകൾ ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വരുന്നത് വലിയ വലിയ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഒന്ന് മാത്രം ഞാൻ പറയാം, ഒരിക്കലുമല്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലം, ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ ആരാ? ഉസ്മാൻ ദുന്നൂറൈൻ എന്ന് ചരിത്രം വിളിച്ച മഹാനാണ്. നബിയുടെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ, ഒരാളുടെ മരണശേഷം മറ്റൊരാൾ എന്ന നിലക്ക് 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അദ്ദേഹം ഖിലാഫത്ത് നടത്തുകയാണ്. ഖിലാഫത്ത് നടത്താൻ യോഗ്യനാണ് അദ്ദേഹം. സാമ്പത്തികമായും അതുപോലെ തന്നെ ശാരീരികമായും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി തുറന്ന മനസ്സോടെ പ്രവർത്തിക്കുകയും ചെയ്ത മഹാനാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖലീഫയായ കാലഘട്ടത്തിലാണ് ഇബ്നു സൗദ എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിം ആകുന്നത്. യൂതനായിരുന്നു അദ്ദേഹം. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ നമുക്കറിയാം, ഇബ്നു സൗദ ചരിത്രത്തിൽ വലിയ വിവരമുണ്ടായിരുന്ന ആളാണ്, വേദങ്ങളിൽ വിവരമുണ്ടായിരുന്ന ആളാണ്, യഹൂദിയാണ്. അദ്ദേഹം പൂർണ്ണനായ മുസ്ലിമായിട്ടല്ല കടന്നത്, നേരെ മറിച്ച് ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്ന് പലതും നടപ്പാക്കൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യമായിരുന്നു. ആ ഇബ്നു സൗദ കടന്നു വന്നിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് നൂഹ് നബി മുതലുള്ള ചരിത്രം ഇയാൾ പറയാൻ തുടങ്ങി. നൂഹ് നബിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പരമ്പരകളും നൂഹ് നബിയുടെ മക്കളും നൂഹ് നബിയുടെ മക്കളിൽ പ്രഗത്ഭരായ ആളുകളും അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഇദ്ദേഹം വിശദീകരിച്ചു. യുശഅനെ കുറിച്ച് ഒക്കെയുള്ള വിവരങ്ങളൊക്കെ ഇദ്ദേഹം നൽകി. അക്കാലഘട്ടത്തിലെ ചില കാര്യങ്ങളോട് ഇദ്ദേഹത്തിന് ചില സംഗതികൾ പറയാനുള്ളത് കൂടി കൂട്ടിക്കലർത്തി. അവസാനം അങ്ങനെ ആ തന്റെ ഇടയിൽ ഉണ്ടായിത്തീർന്ന ആ സംഘത്തിനിടയിലേക്ക് അദ്ദേഹം ഒരു പുതിയ വാദം ഇട്ടുകൊടുത്തു. എന്തായിരുന്നു ആ വാദം? ഒരു ചോദ്യമായിരുന്നു അത്. എന്തായിരുന്നു ആ ചോദ്യം? ലികുല്ലി നബിയിൻ വസിയ്യ് ഫമൻ വസിയ്യു നബിയിക്. എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ നബിമാർക്കും ഒരു വസിയുണ്ടാകും. നിങ്ങളുടെ നബിയുടെ വസിയ്യ് ആരാണ്? നിങ്ങളുടെ പ്രവാചകന്റെ വസിയ്യ് ആരാണ്? ഈ ഒരു ചോദ്യമാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് സ്വഹാബികൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ മനുഷ്യരിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, കേവലം അക്ഷരങ്ങൾ മാത്രമാണ് അതിലുള്ളത്, കേവലം വാക്കുകൾ മാത്രമാണ് അതിലുള്ളത്. ലികുല്ലി നബിയിൻ വസിയ്യ്, എല്ലാ പ്രവാചകന്മാർക്കും ഒരു വസിയ്യ് ഉണ്ടാകും. ഫമൻ വസിയ്യു നബിയിക്, നിങ്ങളുടെ പ്രവാചകന്റെ വസിയ്യ് ആരാണ്? ആ ചോദ്യം അങ്ങ് വന്നപ്പോ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ആരാണ് നമ്മുടെ നബിയുടെ വസിയ്യ്? ആരാണ് നമ്മുടെ നബിയുടെ വസിയ്യ്? അപ്പൊ അങ്ങനെ ആളെ തന്നെ കാണുന്നില്ല, പക്ഷെ ഇയാൾ ആദ്യം പറഞ്ഞ എല്ലാ നബിമാർക്കും ഒരു വസിയുണ്ട്, അപ്പൊ മുഹമ്മദ് നബിക്ക് ആ വസി ഇല്ലാതാകാനും പറ്റൂല. അപ്പൊ ആളുകൾ ചോദിച്ചു, ആരാ വസി? സ്വഹാബത്തിനൊന്നും അങ്ങനെ വസീനെ കുറിച്ച് അറിയില്ല. പിന്നെ ആളുകൾ വന്നിട്ട് ഇയാളോട് തന്നെ ചോദിച്ചു, അല്ല നമ്മുടെ നബിയുടെ വസി ആരാ? ഇയാൾ ഉടൻ തന്നെ പറഞ്ഞു, വേറെ ആരുമല്ല, അത് വേറെ ഒരാളെയും നിങ്ങൾ സങ്കല്പിക്കേണ്ട, നബിയുടെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബാണ്. ഉത്തരവ് അയാൾ തന്നെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ചിന്തിക്ക്, ഈ ഒരു രൂപത്തിലേക്ക് ഒരു പുതിയ വാദം സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു ചോദ്യം, വസിയ്യ് എന്ന് പറഞ്ഞ് ഭയങ്കര ചർച്ച. വസിയ്യ് എന്ത് വസിയ്യ്? പക്ഷെ ഒരു വസിയ്യ് എന്ന് പറഞ്ഞൊരു ചർച്ച. അങ്ങനെ വസിയ്യവാദികളുണ്ടായി, മുസ്ലിം ഉമ്മത്തിൽ വസിയ്യവാദികളുണ്ടായി, മുസ്ലിം ഉമ്മത്തിൽ ഒരു സംഘം ആളുകളുണ്ടായി. അവര് മഹദി ആയിഷ ബിബിയുടെ അടുക്കൽ വന്നൊരു സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ദക്കറു ഇൻദ ആയിഷത അന്ന അലി റളിയല്ലാഹു അൻഹുമാ കാന വസിയ്യ. ആളുകൾ വന്നുകൊണ്ട് മഹദി ആയിഷ ബിബിയോട് പറയാണ്, അതേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കാന വസിയ്യ, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂൽ വസിയ്യായി നിശ്ചയിച്ച ആളാണ്.
അഥവാ നബിയുടെ കാലഘട്ടത്തിനു ശേഷം ഖിലാഫത്ത് നടത്തുവാനും മറ്റുമായി നബി ഏൽപ്പിച്ചത് അലിയിനെയാണ് എന്നിങ്ങനെ ആളുകൾ വന്ന് ആയിഷ ബീവിയുടെ അടുക്കൽ വന്ന് പറയാൻ തുടങ്ങി. ആയിഷ ബീവി ഉടൻ തന്നെ ചാടി എഴുന്നേറ്റു, അവരോട് കയർത്തു. എന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? മത്താ ഔസാ ഇലൈഹി, എപ്പോഴാണ് നബി അങ്ങനെ വസിയത്ത് തന്നത്? ആയിഷ ബീവി പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആ രംഗത്ത് പൊട്ടിത്തെറിക്കുന്ന മത്താ ഔസാ ഇലൈഹി, ആരോടാണ്, എപ്പോഴാണ് ഈ ഒരു വസിയത്ത് നബി തന്നത്? വഖദ് കുന്തു മുസ്നിദതഹു ഇലാ സദരി, അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയുന്നത് എന്റെ മാർഗത്തിൽ ചാഞ്ഞു കിടന്നുകൊണ്ടാണ്. ആ മാർഗത്തിൽ ചാഞ്ഞു കിടക്കുന്ന അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ അതിൽ കൈയിട്ട് മുഖം തടവി. മാത്രമല്ല ചില പ്രാർത്ഥനകൾ അന്ന് നടത്തി. അങ്ങനെ പ്രവാചകൻ അവസാനം നിശബ്ദനായി എന്റെ മാർഗത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന വേളയിൽ ആ കിടന്ന കിടപ്പിൽ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി. നബി ഏത് സമയത്താണ് മരിച്ചത് എന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. കാരണം ഞാൻ കരുതിയത് എന്റെ മാർഗത്തിലേക്ക് ചാഞ്ഞു കിടന്ന് നബി ഉറങ്ങുകയാണെന്നാണ് കരുതിയത്. പക്ഷേ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞിരുന്നു. നബി എപ്പോഴാണ് വഫാത്തായത് എന്നത് പോലും ഈ ആയിഷക്ക് അറിയാൻ കഴിഞ്ഞില്ല. ആ വേളയിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഓരോ കാര്യങ്ങളും കാതുകൂർപ്പിച്ച് കേൾക്കാൻ ഭാഗ്യം കിട്ടിയവളാണ് ഞാൻ. പ്രവാചകന്റെ ഓരോ അനക്കങ്ങളെയും കാണാൻ ഭാഗ്യം കിട്ടിയവളാണ് ഞാൻ. ആ ഞാൻ കേൾക്കാത്ത വസിയത്ത് ആരാടാ കേട്ടത് എന്ന് ചോദിച്ച മഹദി ആയിഷ ബീവി പൊട്ടിത്തെറിക്കുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സ്വഹാബത്ത് ഒന്നടങ്കം എതിരായി വന്നു. സ്വഹാബത്തിന് അവിടെ നിരന്നു. പക്ഷെ ഇവർ കള്ള ഹദീസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി, വ്യാജ ഹദീസുകൾ. ഇമാം ഖുർത്തുബി പറയുന്ന വാചകം ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ലോകത്താദ്യമായി ഈ വാദഗതികൾ ഉണ്ടാവുകയും ആ വാദഗതികൾ ഏറ്റുപിടിക്കുന്ന ആളുകൾ ഉണ്ടാവുകയും അവർ ഒരു സംഘം ആളുകളായി വരികയും ചെയ്തപ്പോ കാനത്ത് ശിയഅതു ഖദ് വലഉ അഹാദീസ, അവര് കള്ള ഹദീസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി, വ്യാജ ഹദീസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഏതൊക്കെ നിലയിലാണ്? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസാ ബി ഖിലാഫത്തി ലിഅലി, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് നബിയുടെ വസിയത്താണ് എന്ന രൂപത്തിൽ അവര് വാദഗതികൾ കള്ള ഹദീസുകൾ നിർമ്മിച്ചുകൊണ്ടുണ്ടാക്കിയപ്പോൾ ഫറദ്ദ അലൈഹിം ജമാഅത്തും മിനസ് സ്വഹാബത്തി ദാലിക, സ്വഹാബത്ത് ഒന്നടങ്കം അതിന് മറുപടിയുമായി ഇറങ്ങേണ്ടി വന്നു. വകദാ മൻ ബഅദഹും, ആ സ്വഹാബത്ത് അല്ലാത്ത ആളുകളും രംഗത്തിറങ്ങി. ഏതുപോലെ ഫമിൻ ദാലിക മസ്തദല്ലത് ബിഹി ആയിഷതു കമാ സയതി, ആയിഷ ബീവി നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആയിഷ ബീവി അടക്കമുള്ള ആളുകൾ രംഗത്തിറങ്ങി. വമിൻ ദാലിക അന്ന അലിയ ലം യദ്ദഇ ദാലിക ലിനഫ്സിഹി, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലും ആ വാദത്തിനെതിരായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്കിടയിൽ ആ വാദം രൂപപ്പെട്ടു വരിക മാത്രമല്ല, അത് വളർന്നു വലുതായി അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലുന്ന കൊലയാളികൾ പുറത്തു നിന്നല്ല ഉണ്ടായത്, മുസ്ലിം ഉമ്മത്തിൽ നിന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അമ്മാറിനെ കൊന്നതാരാ? അമ്മാർ ആരാ? നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലോ, ഇസ്ലാമിൽ ആദ്യമായി ഷഹീദായ മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മകനാണ് അമ്മാർ. യാസിർ എന്നവരുടെ മകനാണ് അമ്മാർ. അമ്മാർ ഒരുപാട് പീഡനം സഹിച്ച ആളാ. പക്ഷേ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ നബി പറയുമായിരുന്നു, എന്താ പറയുന്നത്? സുമയ്യയുടെ മോനെ, നിന്റെ കാര്യം, നിന്നെ കൊല്ലുന്നത് പക മനസ്സിൽ വെക്കുന്ന ഒരു സംഘം ആളുകളായിരിക്കും. ആരോട് പറയണേ? തീയിൽ കിടന്ന മനുഷ്യനോട്. അമ്മാറിനെ കൊണ്ട് തീയിലിട്ടിട്ടുണ്ട്. ചരിത്രം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊള്ളലേറ്റ് നിൽക്കുന്ന അമ്മാറിന്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്ത്? യാ നാറു കൂനി ബറദൻ വസലാമൻ അലാ അമ്മാർ കമാ കുന്തി അലാ ഇബ്രാഹീം. ഓ തീയേ, നീ അമ്മാറിന് തണുപ്പാകണം, രക്ഷയാകണം. ഏതുപോലെ? കമാ കുന്തി അലാ ഇബ്രാഹീം, നീ ഇബ്രാഹീമിന് തണുപ്പായതുപോലെ, രക്ഷയായതുപോലെ എന്റെ അമ്മാറിന് നീ തണുപ്പാകണേ തീയേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമാറ്. അത്രമാത്രം ശക്തമായ പീഡനമേറ്റേ വാങ്ങേണ്ടി വന്ന ആളാണ് അമ്മാർ. അമ്മാർ മരിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. കൊല്ലാം, അബൂജഹലിന്റെ ആളുകൾ കൊല്ലാമായിരുന്നു. കാര്യം വാപ്പയെ കൊന്നവരുണ്ട്, ഉമ്മയെ കൊന്നവരുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ വഴിയിൽ നിന്ന് കൊല്ലായിരുന്നു.
പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീ പൊള്ളലേറ്റ് നിൽക്കുന്ന ആ അമ്മാർ നോക്കി പറയാണ്, അമ്മാറേ തഖ്തുലുക ഫിഅത്തുൽ ബാഗിയ, ഒരു അബൂജഹലിനും നിന്നെ കൊല്ലാൻ പറ്റില്ല, ഒരു അബൂജഹലും നിന്നെ കൊല്ലൂല, നിന്നെ കൊല്ലേണ്ടവർ ഇവിടെ വരാനുണ്ട്. പകപൂണ്ട് നിൽക്കുന്ന മുസ്ലിങ്ങളായ ആളുകളായിരിക്കും അമ്മാറേ നിന്നെ കൊല്ലുക. അബൂജഹലോ തുബത്തോ ശൈബത്തോ അല്ല നിന്നെ കൊല്ലുക. നബി ഒരു വട്ടമല്ല, മദീനത്തെത്തി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവി പണിതുയർത്തുമ്പോ ഇത് ആളുകളെല്ലാം സ്വന്തമായി അധ്വാനിച്ചുകൊണ്ടാണ് സ്വഹാബത്ത് എന്നടങ്കം നബി അടക്കമുള്ള ആളുകൾ ഒന്നിച്ച് പണിതുയർത്തിയതാണ് വിശുദ്ധമായ പരിശുദ്ധമായ മസ്ജിദുൻ നബവി. അതിന്റെ ഓരോ കല്ലുകളും എടുത്തുകൊണ്ടുവരികയാണ്, ഓരോ കല്ലുകളും ഓരോരുത്തരായി എടുത്തുകൊണ്ടുവരികയാണ്. ഭാരമുള്ള കല്ലാണ്. ഓരോരുത്തരും ഓരോ കല്ല് കൊണ്ട് വരുമ്പോ മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു 2 കല്ലാണ് ഒന്നിച്ചു കൊണ്ടുവരുന്നത്. 2 കല്ലിങ്ങനെ ചുമന്നു വരുന്നത് കാണുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്മാറിന്റെ അടുക്കൽ ചെന്നിട്ട് അമ്മാറിന്റെ ശരീരത്ത് പറ്റിപ്പിടിച്ച പൊടി തട്ടിക്കളഞ്ഞിട്ട് പറയുകയാണ്, ഓ അമ്മാർ തഖ്തുലുക ഫിഅത്തുൽ ബാഗിയ, നിന്നെ കൊല്ലുന്നത് പക മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സംഘം ആളുകളായിരിക്കും. ഖന്തക്കിന്റെ കിടങ്ങ് കീറാൻ പോവുകയാണ് മദീനത്ത് അല്ലാഹുവിന്റെ റസൂല്. ഒരു വെളുപ്പാങ്കാലത്ത് അഥവാ മരം കോച്ചുന്ന തണുപ്പത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തുമായി ഖന്തക്കിന്റെ കിടങ്ങ് കീറാൻ പോവുകയാണ്. ആ വേളയിൽ ഖന്തക്കിന്റെ കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുമ്പോ സ്വഹാബത്ത് ഒന്നടങ്കം വിഷമിച്ചു അധ്വാനിക്കുകയാണ്. എല്ലാ സ്വഹാബത്തും പണിയെടുക്കുകയാണ്. അത് കണ്ട അല്ലാഹുവിന്റെ റസൂല് പോലും ഉറക്കെ പറഞ്ഞു പോയി. എന്താ നബി പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, ജീവിതം നൈഹിക ലോകത്തെ ജീവിതമല്ലല്ലോ, ഇവിടുത്തെ സുഖസൗകര്യങ്ങളല്ലല്ലോ, വരാനുള്ള ആഖിറത്തിലെ ജീവിതമാണല്ലോ ഏറ്റവും നല്ല ജീവിതം, ഏറ്റവും ഖൈറായ ജീവിതം. ആയതിനാൽ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, നാടും അതുപോലെ തന്നെ വീടും സമ്പത്തുമൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്ന മുഹാജിറുകൾക്കോ സ്വന്തം സഹോദരങ്ങളെ പോലെ അവരെ സ്വീകരിച്ചുകൊണ്ട് നടക്കുന്ന അൻസാറുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് അല്ലാഹുവിന്റെ റസൂല് ഉറക്കെ അവർ കേൾക്കുമാർ ഉച്ചത്തിൽ പാടുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് മറുപടി എന്നോണം ആ സ്വഹാബത്ത് തിരിച്ചു പറയുകയാണ്, നബിയെ, ഞങ്ങളുടെ അധ്വാനം കണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങളുടെ ഈ പ്രയാസം കണ്ടങ്ങ് വിഷമിക്കണ്ട. നഹ്നുല്ലദീന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്തവരാണ്, പ്രവാചകന്റെ കൈപിടിച്ച് പറഞ്ഞവരാണ്. എന്തേ ഞങ്ങൾ പറഞ്ഞതെന്നറിയുമോ? ഞങ്ങളുടെ അന്ത്യശ്വാസം വരെ, അവസാന നിമിഷം വരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറായവരാണ് ഞങ്ങളെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് പറഞ്ഞ ഞങ്ങൾക്ക് ഈ തണുപ്പ് പ്രശ്നമല്ല, ഈ അധ്വാനം പ്രശ്നമല്ലെന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ അക്കൂട്ടത്തിൽ മഹാനായ അമ്മാർ ഉണ്ടായിരുന്നു. അവിടെയും അമ്മാർ നബി കാണുകയാണ്, അടുത്തേക്ക് വിളിക്കുകയാണ്, തല തടവി കൊടുക്കുകയാണ്. അമ്മാറിന്റെ തല തടവിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താണെന്നറിയുമോ? ഓ അമ്മാറേ, നിന്നെ കൊല്ലുന്നത് ആരാണെന്നറിയുമോ? അതേ, ഒരു യുദ്ധത്തിലുമല്ല, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിന്ന് വരുന്ന കാഫറുകളല്ല, നേരെ മറിച്ച് പകയും മനസ്സിൽ വെച്ചുകൊണ്ട് കടന്നു വരുന്ന മുസ്ലിങ്ങളായിരിക്കും അമ്മാറേ നിന്നെ കൊല്ലുക എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വഫാത്തായതിനു ശേഷം അതേ ഈ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഉണ്ടായ ഇത്തരം പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ട് അങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു സംഘം ആളുകൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ പ്രക്ഷോഭം നയിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു സംഘം ആളുകൾ, ആ പകയുമായി കടന്നു വന്ന ആളുകളാണ് മഹാനായ അമ്മാർ ഇബ്നു യാസിർ എന്ന സഹാബിയെ കൊന്നുകളഞ്ഞത് എന്നത് ഇസ്ലാമിന്റെ ചരിത്രമാണ്. നിങ്ങൾ നോക്കി, ഇത് എവിടുന്നാ തുടങ്ങിയത്? ആ ചങ്ങാതി വന്നിട്ട് ഒറ്റ വാദമാണ്, ഒരു വാദം, മൻ വസിയ്യു നബിയ്യിക്,
അയാൾക്ക് അത്ര ചെലവുണ്ടാവും. ഒരു ചോദ്യം ചോദിക്കുക, മൻ വസിയ്യു നബിയ്യിക്, നിങ്ങളുടെ നബിയുടെ വസിയ ആരാണ്? അവിടുന്ന് തുടങ്ങിയതാ പ്രശ്നം. നിങ്ങൾ നോക്കൂ, അത് അവിടെ അവസാനിച്ചോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു. ആ ഒരു വാദം ആര്? പുറത്തുനിന്നല്ല, ഉള്ളിന്ന്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെ കൊന്നു. നോക്കൂ, കാലം എത്രയോ മുന്നോട്ട്. അതിന്റെ ദുരന്തം, അന്നുണ്ടായ ആ പ്രതിസന്ധിയുടെ ദുരന്തം ഇന്ന് മുസ്ലിം ഉമ്മത്തിന് വിട്ടുമാറി, ഇന്നും വിട്ടുമാറിയിട്ടില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ രൂപത്തിൽ ആദർശ സമ്മേളനങ്ങൾ ഓറെ നടത്തേണ്ടി വരുന്നത്? മുസ്ലിം ഉമ്മത്തിനോട് തന്നെ സംവദിക്കേണ്ടി വരുന്നത്, അവരോട് തന്നെ ഇസ്ലാം പറയേണ്ടി വരുന്നത്? ചില ആളുകൾ, നിങ്ങൾ എന്തിനാ മുസ്ലിങ്ങളോട് ഇത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരില്ലേ? അന്നുണ്ടായ ആ ഒരു ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലനം ലോകത്തിന്റെ അട്ടദിക്കുകളിലേക്ക് പോയി. ചരിത്രം നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ലോകത്ത് എവിടൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടായോ അവിടേക്കെല്ലാം അത് കടന്നു വന്നു. ഈജിപ്തിൽ അത് കടന്നു വന്നു. മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ നിന്ന് ഷിയാക്കൾ, അഹ്ലുസുന്നയുടെ കയ്യിൽ നിന്ന് ഷിയാക്കൾ ബൈത്തുൽ മുഖദ്ദസ് വരെ പിടിച്ചടക്കി. എന്തെല്ലാം ചരിത്രങ്ങൾ ലോകത്ത്. പിന്നീട് അവരിൽ നിന്ന് കുരിശുപട തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയാണ്. അത് അവിടെ നിന്ന് തുടങ്ങിയെങ്കിൽ അവിടെ നിന്ന് അത് വളർന്നു വളർന്നു വലുതായി 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 നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ, നമ്മുടെ ഈ നാട്ടിൽ വരെ. ഇന്നും അതിന്റെ അലിവിൽ തീർന്നിട്ടുണ്ടോ? ഇല്ല. മുസ്ലിം ഉമ്മത്ത് ഇസ്ലാമായി പോലും മനസ്സിലാക്കിയത് ഇത്തരം പിഴച്ച വാദങ്ങളായിരുന്നു. ഖുർആൻ പഠിച്ചോ? ഇല്ല. ഹദീസ് പഠിച്ചോ? ഇല്ല. ഖുർആനും ഹദീസും പഠിക്കണോ? പഠിക്കണ്ട. നേരെ മറിച്ച് ഇത്തരം കള്ളവാദങ്ങൾ, ആ കള്ളവാദങ്ങളെ മുഴുവനും ഇസ്ലാമായി കൊണ്ടുവന്നു. ശുദ്ധ അപരാധങ്ങൾ. ആരുടെ പേരില്ല? നബിയുടെ പേരിൽ, സഹാബത്തിന്റെ പേരിൽ പല ജാതി പാട്ടുകൾ, ആ പാട്ടുകൾ എഴുതി ഉണ്ടാക്കി അത് പാടുകയും പറയുകയും പാടിക്കുകയും പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം വളർത്തിയെടുത്ത് അറബി മലയാളത്തിൽ അത് മുസ്ലിം ഉമ്മമാരുടെ കയ്യിൽ കൊടുത്ത് അവരിങ്ങനെ പാടി നടക്കുകയാണ്. ഈ ശിയാക്കൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഓരോരോ വാദഗതികൾ എത്രത്തോളം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ, ആ കുടുംബത്തിന്റെ പേരിൽ എഴുതിയ പാട്ടാണ് കുപ്പിപ്പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. കുപ്പിപ്പാട്ട് എന്താ ഈ കുപ്പിപ്പാട്ട് എന്ന് പറഞ്ഞാല്? കുപ്പിപ്പാട്ട് എന്ന് പറഞ്ഞാൽ കുപ്പി വിവാദമാകുന്ന അല്ലെങ്കിൽ ഒരു നായകനാകുന്ന ഒരു കഥയാണ് കുപ്പിപ്പാട്ട്. ആ കുപ്പിപ്പാട്ടിൽ എന്താ എഴുതി വെച്ചതെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പടയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുകയാണ്. പടക്ക് പോയിട്ട് വീട്ടിലെത്തി. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ മടങ്ങി വന്നിട്ട്, എന്നിട്ട് തൻവാളും അയലിൽ കുളത്തിയേ അമ്മട്ടിൽ ഫാത്തിമ ബീവി വിരുത്തിയേ. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കടന്നു വന്ന് വാളെടുത്തിട്ട് അയലിൽ ഇങ്ങനെ കൊളുത്തി. ഫാത്തിമ ചോദിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം വേണോ? അപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ഇപ്പൊ ഭക്ഷണം വേണ്ട, നിസ്കരിച്ചിട്ട് വരാം. അങ്ങനെ വൈകുന്നേരത്ത് അലി ഇബ്നു അബീ ത്വാലിബ് പള്ളിയിലേക്ക് പോയി. ഫാത്തിമ വുളു എടുത്തിട്ട് നിസ്കരിക്കാൻ നിന്നു. എന്നിട്ട് നിസ്കാരം നിർവഹിച്ച് സലാം വീട്ടി അവിടെ ഇരിക്കുമ്പോ, അപ്പോൾ തൊഴുകി സലാം വീട്ടും നേരത്ത് കുളത്തിയെ വാളും ആയേലും വിറക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് ആ വാള് കൊടുത്തിട്ട് അയലും വാളും കൂടി ഇങ്ങനെ കിടന്ന് വിറക്കുന്നത് കണ്ടപ്പോ എന്താണ്? കണ്ടപ്പോൾ ഫാത്തിമ ബീവി പറയുന്നു, നീ എന്താം വാളെ അയലാൽ വിറക്കുന്നു. അപ്പൊ വാളോട് ചോദിക്കുക, നീ എന്താണ് ഇങ്ങനെ കിടന്ന് വിറക്കുന്നത് വാളെ? അപ്പൊ ഈ വാള് സംസാരിക്കുന്ന ഒരു പുരുഷ ശബ്ദത്തിലാണ്. ഫാത്തിമ ബീവി ഫാത്തിമയുടെ ശബ്ദത്തിൽ അങ്ങോട്ട് സംസാരിക്കുകയാണ്. ഇനി വാളും ഫാത്തിമ ബീവി ഇങ്ങനെ ഞങ്ങളുടെ വിവരങ്ങൾ സംസാരം നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ അകത്ത് നിന്ന് ഏതോ ഒരു പുരുഷനോട് ഫാത്തിമ ബീവി സംസാരിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര കഷ്ടപ്പെട്ടുണ്ടാവും ഈ ചങ്ങായി ഇതെഴുതൻ. അങ്ങനെ വാള് പറയണം, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഫാത്തിമയോട് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അങ്ങനെ അത് പറയാം, പക്ഷെ അലിയോടത് പറയരുത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം, അലിയോടത് പറയരുത് എന്ന് പറയുമ്പോ, വാളോട് സത്യം ചെല്ലുന്നു ഫാത്തിമ, പറയൂല എന്നാണ് ബാബാ ഹക്കാണ്. എന്റെ വാപ്പാണ് സത്യം, ഞാൻ പറയൂല. ആലോചിച്ച് നോക്കിയ, ആര് സത്യം ചെയ്യാ? ഫാത്തിമ ബീവി സത്യം ചെയ്യാ. എന്റെ ബാബ, എന്റെ വാപ്പയാണ് സത്യം, ഞാൻ പറയൂല. വാപ്പയാണ് സത്യം എന്ന് പറഞ്ഞാല് മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്താൽ ശിർക്ക് ചെയ്തു എന്നാണ് നബി പറയൂ. നബിയുടെ മോള് പറയൂ, വാപ്പാണ് സത്യം, ഞാൻ പറയൂല. വാളിനോട് പറഞ്ഞു, അതടക്കം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. അങ്ങനെ വാള് കാര്യം പറഞ്ഞു കൊടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് പുറത്തിപ്പുണ്ട്. അലി
അലി ഇബ്നു അബീ ത്വാലിബ് നേരെ പോയി നബിയുടെ അടുക്കലേക്ക്. ഞാൻ ചുരുക്കി പറയാം. നേരെ നബിയുടെ പോയിട്ട് പറഞ്ഞു, മുകള് പ്രശ്നമാണ്, ഞാൻ ഇല്ലാത്തടുത്ത് വീട്ടിൽ ആരും ഉണ്ട്, ഞാൻ എൻ്റെ കാത് കൊണ്ട് കേട്ട് വർത്താനം എന്നിട്ടാ വരണേ. അവൻ നബി കുടുങ്ങിയില്ലേ? നബി കുടുങ്ങിയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? കാര്യം ഈ അലിയോട് ഫാത്തിമ കുറ്റക്കാരി അല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? കാര്യം അലി കേട്ടിട്ടല്ലേ വരണേ. വർത്താനം പറയുന്നത് അന്യപുരുഷൻ, ഏതോ ഒരു പുരുഷനുമായി വർത്താനം പറഞ്ഞ് കേട്ടിട്ടല്ലേ വരുന്നത്. അപ്പോ അതെങ്ങനെ തെളിയിക്കും? ഈ ഫാത്തിമ നിരപരാധിയാണ്. നിങ്ങൾ ചിന്തിക്കണം. ഇവരെന്താ ചെയ്യുന്നറിയോ? ഈ പാട്ടുകാരൻ ചെയ്യാണ്, ഈ മാലക്കാരൻ അയാളെന്താ ചെയ്യുന്നറിയോ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നബിയുടെ പള്ളിയിലുണ്ട്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളിയിലുണ്ടായിരുന്നു. ആ ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇരിക്കും മദീനത്ത് പള്ളിയിലെ നേരം ബിലാലോട് മുഅദ്ദിനെ വിളിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കെട്ടേണം നീയൊരു ഇൽമ് നിറഞ്ഞുള്ള പെണ്ണെന്ന് കേട്ട് ബിലാലും പറയുന്നു. നീ പോയിട്ട് ഇൽമുള്ള ഒരു പെണ്ണിനെ കെട്ടണം, വേഗം പോയി ഒരു പെണ്ണ് കെട്ട് എന്ന് പറഞ്ഞു. അപ്പോ ബിലാല് പറയാണ്. എന്താ ബിലാല് പറയണേ? കന്നികൾ കൂട്ടത്തിൽ നല്ലവരില്ലല്ലോ, മുഞ്ചത്തിമാരിലും വഞ്ചകിമാരുണ്ട്. ഈ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നല്ല സാധനം ഉണ്ടാവൂല നബിയെ, ഞാൻ വെറുതെ അതുകൊണ്ട് ഒഴിവാക്കിയതാ, പുറകെ പോയി കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നബി പറയണം, അങ്ങനൊന്നും പറയണ്ട, നീ ധൈര്യത്തെ പോയി കേട്ട് മൊഴി കേട്ട് ചൊല്ലുന്നു മുത്ത് നബിയുള്ള, അങ്ങനെ ചൊല്ലല്ല പെണ്ണീനെ തേടിക്കോ. ബിലാലെ അങ്ങനൊന്നും പറയണ്ട, ജോയി പെണ്ണ് കിട്ടിക്കോന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പോയി ബിലാല്, നബിയല്ലോ പറഞ്ഞു. നബി പറഞ്ഞ പിന്നെ ഒരു അപ്പീലില്ലല്ലോ അതില്. അത് കേട്ട് തേടാൻ തുടങ്ങി ബിലാലപ്പോൾ സിഫത്തുകളൊത്തൊരു പെണ്ണീനെ കണ്ടെത്തി. താഹാനിക്കാഹും കഴിഞ്ഞിട്ടീണ ചേർത്തി, ആരാവിൽ രണ്ടാരും വീടകം കൂടിയേ എന്ന് പറഞ്ഞിട്ട് നബി തന്നെ നേതൃത്വം നൽകി ഒരു പെണ്ണ് കിട്ടിച്ചു കൊടുത്തു ബിലാലിന്. അങ്ങനെ അന്ന് സുബഹി കഴിഞ്ഞു. സുബഹി കഴിഞ്ഞ് നേരം പുലർന്നു. സുബഹി ആയപ്പോ ബിലാല് പള്ളി പോയി. ബിലാല് പള്ളി പോയപ്പോ 4 കുളിക്കുവാനായി പുറപ്പെട്ടു. കൂട്ടത്തിന് വെള്ളാട്ടിപ്പെണ്ണുണ്ടായിരുന്നു. അങ്ങനെ കുളത്തിലിറങ്ങി കുളിക്കുവാൻ തുടങ്ങി. അങ്ങനെ കുളത്തിലെ കുളി കഴിഞ്ഞ് രണ്ടാളും കൂടി കരയിലേക്ക് കയറി. കരയിലേക്ക് കയറിയപ്പോ കരയുന്ന നാരീതൻ മുടിവാരും നേരത്ത് മട്ടിൽ കാളത്തിന്റെ വക്കത്ത് നിൽക്കുമേ, മരവും മറഞ്ഞിട്ട് പാളിയും നോക്കുന്നേ, മങ്കന്റെ അഷ്കറ കള്ളൻ പുരുഷൻ താൻ. ഒരു കള്ളൻ, അഷ്കറ കള്ളൻ, അയാള് ഒരു മരത്തിന് പുറകിൽ നിന്നിട്ട് ഈ കുളിസീൻ കാണുന്നു. ഇവര് അതുകൊണ്ട് അവിടെ നിർത്തിയെങ്കിലും കള്ളനെ ക്രിമിനൽ ആവുള്ളൂ, കണ്ടാളെ ക്രിമിനൽ ആവുള്ളൂ. ഇവരെ നിരപരാധികളാ. പക്ഷേ അവിടെയും നിൽക്കുന്നില്ല. പിന്നെ പറഞ്ഞു കേട്ടോ, പിന്നെന്താ? മരം ചാരി നിന്നിട്ട് കണ്ട് നുണഞ്ഞവൻ, മങ്കന്റെ അഷ്കറ കള്ളൻ പുരുഷൻ താൻ. മരം ചാരി നിന്നിട്ട് കണ്ട് നുണഞ്ഞവൻ, ബിലാലെന്നോർ പള്ളിക്ക് പോയ സമയത്ത് വാതിൽ തുറന്നിട്ട് അടപ്പെടും മുമ്പത്തി തുള്ളിയിട്ട് കള്ളപ്പുരുഷനകത്തായി, തഞ്ചത്തിൽ അന്നത്തെ രാവും പൊറുത്തവൻ. ബിലാലിന്റെ വീട്ടിൽ ഈ കള്ളം കയറുന്ന മാത്രമല്ല, ഒരു രാവ് അവിടെ അങ്ങോട്ട് പുറത്തു പോകുന്നു. വേറെ വർത്താനം പറയണ്ടല്ലോ, അതിനകത്ത് അതിനെ കൂടുതൽ വർത്താനൊന്നും ഇല്ല. ഇങ്ങനെ അതിന്റെ സിഫത്തൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞ് ബിലാൽ വരുമ്പോൾ സംഗതി ആകെ പ്രശ്നമായിട്ടുണ്ട് വീട്ടില്. സുബഹി കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി സുബഹി കഴിഞ്ഞ് വന്നിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആകെ തകർന്നു വണങ്ങി. സുബഹിക്ക് ഇരിക്കുന്ന നേരത്ത് ഇരുന്നാർ ബിലാൽ എന്നോർ നന്നെ മാശക്കത്തിൽ. ഇത് കണ്ട് മുത്തീറ് നബിയുള്ള ചോദിച്ച്, കാരണം എന്താ ബിലാലേ മുഷിപ്പിന്? ബിലാലിനോട് ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ മുഷിപ്പ്? അപ്പൊ ബിലാൽ കരഞ്ഞിട്ട് പറയണം, എന്താ? ആദിക്ക് തന്നെ ഞാൻ തങ്ങളിലോതിയേ ആട്ടികൾ കൂട്ടത്തിൽ നല്ലവളില്ലെന്ന്, മുഞ്ചത്തിമാരിലും വഞ്ചകിമാരുണ്ട്, മൊഴി കേട്ടു ചൊല്ലുന്നു ഹാജാ നബിയുള്ള. ബിലാൽ പറഞ്ഞു, നബി അന്നേ ഞാൻ വെറുതെ പെണ്ണ് കെട്ടിക്കണ്ട, ഇതൊന്നും ശരിയാവൂല, ഞാൻ അന്നേ പറഞ്ഞാണ്, എന്നെ കുടിക്കിയതല്ലേ നിങ്ങള്? നബിയോടൊക്കെ ചെന്നിട്ട് ചോദിക്കുകയാണ്. അപ്പൊ നോക്കുക, നബിയോട് ആദ്യം ബിലാൽ വിവരമൊക്കെ പറഞ്ഞിട്ട് നബി കൊണ്ടുപോയി മനഃപൂർവ്വം കുടിക്കിയതാണ്. എന്നാലും ഇത് വായിച്ചാൽ മനസ്സിലാവാം.
ഇനി അത് മാത്രല്ല, അത് പറഞ്ഞിട്ട് പിന്നെ പറയണത് കേട്ടോളൂ. ഇത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെടുത്തു, അങ്ങനെ ആണെങ്കിൽ അത് തെളിയിക്കണമല്ലോ. വെറുതെ ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, തെളിയിക്കണം. അതുകൊണ്ട് നിന്റെ വൈഫ്, നിന്റെ ഭാര്യ കുറ്റക്കാരിയാണെങ്കിൽ ഞാൻ ഒരു കുപ്പി തന്നുവിടാം, ആ കുപ്പി അവിടെ കൈ കൊണ്ട് കൊടുക്കണം. ആ കുപ്പി അവിടെ എത്തിക്കഴിഞ്ഞാൽ നിന്റെ ഭാര്യ തെറ്റുകാരിയാണെങ്കിൽ ആ കുപ്പിയിൽ തൊട്ടാൽ കുപ്പി ഒട്ടിപ്പോവും. ഒട്ടിപ്പോ കുപ്പിയാണ്, ഒട്ടിപ്പോ കുപ്പി. അങ്ങനെ കുപ്പി എടുത്തു. അങ്ങനെ ഈ കുപ്പി ബിലാല് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഈ പെണ്ണ് വന്നിട്ട് എന്ത് നല്ല കുപ്പി ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. പിന്നെ കുപ്പി പോയില്ല, കുപ്പി അവിടെ തന്നെ ഒട്ടിയിരുന്നു. ആര് പിടിച്ചിട്ടും വരുന്നില്ല. മനസ്സിലായോ? ഫെവിക്കുക്കൊട്ടിയ പോലെ പോരുന്നില്ല, പറിച്ചിട്ട് പോരുന്നില്ല. ആര് പിടിച്ചു വരുന്നത്? ചില ആളുകൾ വന്ന് പിടിക്കപ്പോ അവരും ഒട്ടിപ്പോയി കുപ്പിയിലെ. വേറെ ചില ആളുകൾ വലിക്കാൻ വേണ്ടി വന്നു, അവരും ഒട്ടിപ്പോയിട്. അങ്ങനെയൊക്കെ ഉണ്ട് കഥ. ചുരുക്കി പറഞ്ഞാൽ അവസാനം ഈ കുപ്പി ആരാ പറിക്കണ്ട്? കുപ്പി ആരാ പറിക്കണ്ട്? കുപ്പി പറിക്കാൻ എന്താ പറയുക, ഒരു പരിഹാരമില്ല, കുപ്പി വരണില്ല. അപ്പോഴാണ് നബി പറയണത്, പോയിട്ട് ഫാത്തിമ ബീവിയോട് വന്നിട്ട് പറ കുപ്പി എടുക്കാൻ. അങ്ങനെ ഫാത്തിമ ബീവി ഒന്ന് കുപ്പി പറിച്ചപ്പോ കുപ്പി നേരെ ഇങ്ങോട്ട് പോകുന്നു ഫാത്തിമ ബീവിയുടെ കയ്യിലേക്ക്. ഇതെന്തിനാ കുപ്പി പറിപ്പിച്ച്? അലിയാറിനെ സംശയം തീർക്കാൻ വേണ്ടി. ആരാ ഇവിടെ കുറ്റക്കാരായത്? ബിലാൽ മുഅദ്ദിൻ. നിങ്ങൾ നോക്കൂ, ഇത് പച്ച മലയാളത്തിൽ എഴുതി കുപ്പിപ്പാട്ടെന്ന് പേരിട്ട് നമ്മുടെ വല്ലുമ്മയോട് ചോദിച്ചാൽ വല്ലുമ്മ ഇങ്ങനെ പാടിത്തരും. ഇത് ബിലാൽ ഇങ്ങനെ പാടുന്നു, ബിലാൽ പറയുന്നു എന്നൊക്കെ പറയും. ഇങ്ങനെ പാടുകയാണ്. നോക്കൂ, ബിലാലിന്റെ പാട്ടാണ്, ബിലാലിന്റെ പാട്ടാണ്. ഈ രൂപത്തിൽ ഇസ്ലാമിക ലോകത്ത് എന്തെല്ലാം അനിസ്ലാമികതകൾ കടത്തിക്കൊണ്ടുവന്നു. എവിടുന്നാ തുടങ്ങിയത്? മൻ വസിയ്യു നബിയ്യിക്. മൂപ്പർക്ക് അത്ര ചെലവുണ്ടായുള്ളൂ. ആരാ നിങ്ങളുടെ നബിയുടെ വസിയ്യ്? അവിടെ തുടങ്ങിയതാ. എവിടെ എത്തി നോക്കൂ. കൊണ്ടോട്ടി. ആ കൊണ്ടോട്ടിയിൽ ഷാഹ് വലിയുള്ള എന്ന് പറയുന്ന ആള്, അയാള് മുരീദന്മാരെ കൊണ്ട് സുജൂദ് വരെ ചെയ്യിക്കുമായിരുന്നു എന്നാണ്. ഈശാവിശ്വാസം കടത്തിക്കൊണ്ടുവന്നു. കൊണ്ടോട്ടി കുബ്ബയുടെ കീഴിൽ ഇപ്പോഴും കിടന്നുറങ്ങുന്ന മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ആള്, അദ്ദേഹം മുരീദന്മാരെ കൊണ്ട് സുജൂദ് പോലും ചെയ്യിക്കുമായിരുന്നുവെന്നാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ഒരറ്റം അല്ലെങ്കിൽ ഒരണു അകന്നു കഴിഞ്ഞ് യഥാർത്ഥമായ ആദർശത്തിൽ ഒരൽപ്പം തെറ്റിയാൽ അതിങ്ങനെ സഞ്ചരിച്ചു പോകും തോറും അകലം ഇങ്ങനെ കൂടി വരും. ഒരൽപ്പം മാറിപ്പോയാൽ, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മാറിപ്പോയാൽ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നു അത്രത്തോളം യഥാർത്ഥ സത്യദീനുമായി അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. അത്തരം ദുരന്തങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ടാകുമ്പോ അവിടെ അള്ളാഹുവിന്റെ ദീൻ മുന്നോട്ട് വെക്കുന്ന ഉന്നതമായ ആദർശം, വളച്ചുകെട്ടില്ലാത്ത ആദർശം, നേർക്ക് നേരെയുള്ള ആദർശം എത്തിച്ചു കൊടുക്കുവാനും യഥാർത്ഥമായ ദീൻ സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുവാനും കഴിയുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൗത്യം നിർവഹിച്ചവരായി നമ്മൾ മാറൂ, നമ്മുടെ ബാധ്യത നിർവഹിച്ചവരായി നാം മാറൂ. ഏതെല്ലാം ഫസാദുകൾ സമൂഹത്തിൽ കടന്നു വരുമ്പോഴും അള്ളാഹുവിന്റെ ദീൻ അത് ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളെ ഒരു വളച്ചുകെട്ടലുമില്ലാതെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. സത്യദീൻ അത് കൃത്യമായി ജനമധ്യത്തിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി വരച്ചു കാണിച്ച യഥാർത്ഥമായ ദീൻ, ആ ദീൻ സമൂഹ മധ്യത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കണം. അവിടെ ഐക്യത്തിന്റെ വഴി തുറന്നു കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അള്ളാഹുവും റസൂലും നമുക്ക് മുന്നിൽ തുറന്നിട്ട വഴി എന്തെന്ന് പറഞ്ഞുകൊണ്ടാകണം. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. വലാ തനാസഉ, നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. ഏത് വിഷയത്തിൽ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ആ വിഷയത്തിൽ നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രതാപങ്ങളും നഷ്ടപ്പെട്ടു പോകും, നിങ്ങളെ കാറ്റൊഴിഞ്ഞു പോകുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പ്രമാണങ്ങളിൽ ക്ഷമയോടെ ഉറച്ചു നിങ്ങൾ നിലകൊള്ളണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് ക്ഷമാലുക്കളുടെ കൂടെയാണ്, ക്ഷമാലുക്കളുടെ കൂടെയാണ്. ആ ക്ഷമാലുക്കൾ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്ന ഒരു കാര്യത്തിൽ ക്ഷമ അവലംബിക്കുന്നതിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്.
നമുക്കറിയാം ഒരുപാട് തർക്കങ്ങൾ, ഒരുപാട് വാദഗതികൾ ഉണ്ടാക്കുന്ന ആളുകൾ വരും. അള്ളാഹുവിന്റെ ആയാത്തുകളിൽ തന്നെ സംശയം ജനിപ്പിച്ചുകൊണ്ട് ആളുകൾ വരും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമുണ്ടല്ലോ, യത്തി ഉനാസുൻ, കുറെ ആളുകൾ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരും, യുജാദിലൂനകും ബിശുബ്ഹാത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ പേരിൽ പോലും പല ശുബ്ഹാത്തുകളും ഇട്ടുകൊണ്ട് പല തർക്കങ്ങളുമായി ആളുകൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതേ, ഖുദൂഹും ബിസ്സുനൻ, അവർ നബിയുടെ ചര്യ കൊണ്ട് അതവലംബിച്ചുകൊണ്ട് നിൽക്കട്ടെ. ഫഇന്ന അസ്ഹാബസ്സുനൻ അഅലമു ബികിതാബില്ലാഹ്. അതേ, തർക്കമുന്നയിക്കുന്ന ആളുകൾ കടന്നു വരുമ്പോ സുനനിന്റെ ആളുകൾ, ലോകത്ത് മുൻകഴിഞ്ഞു പോയ സുന്നത്തിന്റെ ആളുകൾ സ്വീകരിച്ച നിലപാട്, ആ നിലപാട് അവലംബിച്ചുകൊണ്ട് അവർ നിലനിൽക്കട്ടെ. അഹ്ലുസുന്നയുടെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർ നിലനിൽക്കട്ടെ. കാരണം ഫഇന്ന അസ്ഹാബസ്സുനനി അഅലമു ബികിതാബില്ലാഹ്. അതെ, സുന്നത്തിന്റെ ആളുകൾക്കാണ് അല്ലാഹുവിന്റെ കിതാബിനെ സംബന്ധിച്ച് നല്ല വിവരമുള്ളത്, നല്ല ഇൽമുള്ളത് അവർക്കാണ്. ഈ രൂപത്തിൽ സുന്നത്തിന്റെ അഹ്ലുകാർ, നബിചര്യയുടെ അഹ്ലുകാർ ആ പ്രമാണബദ്ധമായി സ്വീകരിച്ചതെന്തോ അത് അവലംബിച്ചുകൊണ്ട് നിലനിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് കഴിയും. അതാണ് നമ്മുടെ നിലപാട്. ആ നിലപാടിലാണ് നമ്മൾ എപ്പോഴും ഏതു കാലഘട്ടത്തിലും ഏതു സാഹചര്യത്തിലും ഉറച്ചു നിൽക്കേണ്ടത്. അവിടെയാണ് നമുക്ക് വിജയം കിട്ടുക. ഈ ഒരു സന്ദേശം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് വേണം ഈ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോകാൻ. ഈ ഒരു നിലപാടിൽ നമ്മൾ ഉറച്ചു നിന്നാൽ തീർച്ചയായും എല്ലാ വഴികേടുകൾക്കിടയിലും സുന്ദരമായ തൗഹീദിന്റെ സരണിയിൽ അഹ്ലുസുന്നയുടെ മാർഗത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ ജീവിത വിജയം, നമ്മുടെ എല്ലാവരുടെയും ദുആ, നേരായ മാർഗത്തിൽ എന്നെ നയിക്കണമേ എന്ന ദുആ, അത് സ്വാർത്ഥമാക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നേരായ വഴിയിലൂടെ ജീവിച്ച് മരിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.